ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദി രചനയെ പിടിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറയുകയാണ്. കുഞ്ഞിനെ നീ അപായപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇവിടെ ആകാശ് മേനോൻ എന്ന് പറഞ്ഞ അയാൾ ഇവിടെ കയറി കുഞ്ഞിൻ്റെ മുഖത്ത് സ്പ്രേ അടിക്കായിരുന്നു. അതും എൻ്റെ പേരിൽ കുറ്റം ചുമത്താൻ വേണ്ടിയാണ് അയാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തത്. എന്നിട്ട് സ്റ്റേഷനിൽ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇയാളെത്തി കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. എന്നിട്ട് പോലീസുകാരെ എൻ്റെ വീട്ടിലേക്ക് വിട്ട് എൻ്റെ ബെഡ്റൂമിൽ അയച്ച് അവിടെ നിന്ന് ആ ഒരു സ്പ്രേ ബോട്ടിൽ കണ്ടെത്തി കൊടുത്തതും ഇയാൾ തന്നെയായിരുന്നു. ഇതെല്ലാം മമ്മി എന്താ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും, മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല മോനെ, ഇനി മമ്മിയോട് എനിക്കൊന്നും പറയാനില്ല. കാരണം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല മമ്മി, അയാളെ വശത്ത് തന്നെ നിന്ന് മമ്മി ഇപ്പം എന്നെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കുറിച്ച് എന്തെല്ലാം അനാവശ്യങ്ങളാണ് പറഞ്ഞു കൂട്ടുന്നത്. എനിക്ക് മാനസിക രോഗമുണ്ടെന്ന് വരെ അയാൾ പറഞ്ഞു പരത്തിയിട്ട് പോലും ഒരക്ഷരം പോലും ചോദിക്കാനായിട്ട് മമ്മി തയ്യാറായില്ല. അങ്ങനൊരു അസുഖം എനിക്കില്ലെന്ന് മമ്മിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇല്ലേ? എന്നിട്ട് പോലും അയാൾക്ക് സപ്പോർട്ടായിട്ട് തന്നെയാണ് മമ്മി നിൽക്കുന്നത്. എനിക്കിനി മമ്മിയെ കാണണ്ട. എനിക്കിനി അമ്മയോട് സംസാരിക്കാൻ വേണ്ട. ഞാനൊരു പഠിച്ച് ജോലി കിട്ടി നല്ലൊരു നിലയിലായിട്ട് എൻ്റെ മമ്മിയെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ ആഗ്രഹവും തീർന്നു മമ്മി. കാരണം മമ്മിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ മമ്മിയെ കാണാൻ വേണ്ട, എനിക്ക് മമ്മിയെ ഇഷ്ടമല്ല, എന്നെ വിളിക്കാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ്. രചന ഇരുന്ന് ഭയങ്കര കരച്ചിലാ. ആദിയുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് അത് സഹിക്കാൻ പോലും പറ്റിയില്ല. രചന അങ്ങനെ ഇങ്ങനെ കരുതുന്നത്. എന്നിട്ട് ഈ ആകാശിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊന്നും നമ്മുടെ രചന വിശ്വസിക്കുന്നില്ല. പക്ഷേ മകൻ ഇത്രയും വേവലാതിപ്പെട്ട് ഇങ്ങനെ കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരൊന്നായിപ്പോയി. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ മനസ്വിനിയാണെങ്കിൽ ഈ സന്യാസ ജീവിതമൊക്കെ നയിച്ചിട്ട് നേരെ ഈ മാധവൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. അപ്പം ലയ ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പം ലയ മാധവ് എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പം മാധവ് വരികയാണ്. മാധവ് നിറച്ചു, ഇതെന്തൊരു കോലോ ഇത്, നിങ്ങളെന്താ വലിയ തീർത്ഥാടനത്തിനും പോയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതേ മോനെ ഞാൻ തീർത്ഥാടനത്തിന് പോയായിരുന്നു. നിങ്ങൾ എന്തിനു വേണ്ടി തീർത്ഥാടനത്തിന് പോയി? അതൊക്കെ പോയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫലം കിട്ടോ? നിങ്ങളുടെ മനസ്സിലെ ദുഷിച്ച ചിന്തകളൊക്കെ മാറോ? നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ഇല്ലാതാകോ? അതൊന്നും ഇല്ലാതാവില്ല നിങ്ങൾ എത്ര തീർത്ഥാടനത്തിന് പോയാലും. മോനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഒരു ശിവരാത്രി ഒരു ദിവസം മുഴുവനും ഉറക്കൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പാപങ്ങളെല്ലാം ഇല്ലാതാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് പാപങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല മോനെ. ഞാൻ തീർത്ഥാടനത്തിന് പോയി. പക്ഷേ എന്തോ ദൈവചൈതന്യ ഒരാൾ എൻ്റെ മുന്നിൽ വന്നായിരുന്നു. ആ സമയത്ത് എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അയാളോട് ഞാൻ പറഞ്ഞു. ഞാൻ ആരോടൊക്കെയാണ് ദ്രോഹം ചെയ്തത്, ഞാൻ ആരെയൊക്കെയാണ് ഉപദ്രവിച്ചത്, അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞെന്നാന്നറിയാവോ? നിങ്ങൾ ഇപ്പം എല്ലാ കുറ്റങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ പാപങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും കുറേ കഴുകി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ അടുത്തേക്ക് തിരിച്ചു പോ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഗർഭപാത്രം മുഴുവനും ആ മകന് വേണ്ടി നിങ്ങൾ കൊടുത്തതല്ലേ? ആ സ്ഥിതിക്ക് നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തിയില്ലെങ്കിലും അവിടെ നിങ്ങൾക്ക് സൗകര്യങ്ങൾ തന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു മൂലക്ക് നിങ്ങൾക്ക് പായ വിരിച്ച് തരും നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മോനെ നിന്നെ തേടി ഞാൻ വന്നത്. കാരണം നീ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എൻ്റെ പാപങ്ങളൊന്നും നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. എൻ്റെ മനസ്സ് നിൻ്റെ മുന്നിൽ തുറന്നു കാട്ടാനും പറ്റില്ല എനിക്ക്. പക്ഷേ ഒരു കാര്യം നീ ചിന്തിക്കണം, എനിക്ക് പഴയ മനസ്വിനിയായിട്ട് തന്നെ ജീവിക്കായിരുന്നു. എനിക്കെന്താ സ്വത്തുക്കളില്ലേ? എൻ്റെ ബാങ്കിൽ ഇട്ടുമൂടാൻ കണക്കിന് സ്വത്തുക്കൾ എനിക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ജോലിക്കാരെ വെക്കാം, സുഖമായിട്ട് ജീവിക്കാം, ആരുടെയും ആശ്രയമില്ലാതെ എനിക്ക് ജീവിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഞാനതെല്ലാം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിന് പോയി? എൻ്റെ മക്കളില്ലാത്ത വീട്ടിലേക്ക് ഞാനെന്തിനു പോകുന്നു? എൻ്റെ മക്കളാണ് എൻ്റെ സ്വത്ത്. അവരില്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടോ മോനെ എന്നൊക്കെ പറയുമ്പോൾ ഈ ലയയും അതേപോലെ തന്നെ മാധവവും ഒന്നിങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതെ, ഞാനൊരു പെണ്ണിനോട് ഒരുപാട് ദ്രോഹം ചെയ്തു. ഞാൻ ഇങ്ങനെയൊക്കെ സന്യാസത്തിന് പോകാനുള്ള കാരണക്കാരും ആരാന്നറിയാമോ? ആ പെണ്ണ് തന്നെയാ. അവളുടെ പേരുച്ചരിക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മോനെ. പക്ഷേ നിൻ്റെ മുന്നിൽ വന്ന്
ദേ ഞാൻ പറയാണ് എന്നോട് ക്ഷമിക്കണം എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാധവന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോൾ മാധവ് പറയാണ്, അമ്മേ നിങ്ങൾ എത്ര ദുഷ്ടതയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും എനിക്ക് കൈവിടാനായിട്ട് കഴിയില്ല. ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് അടുത്ത ജന്മം ആകുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഒരു അമ്മയെ തരല്ലേ എന്ന്. പക്ഷേ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. നിങ്ങൾ എവിടെ പോയെന്നറിയാതെ ഞാൻ ഒരുപാട് അലഞ്ഞു. എവിടെയാണെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷേ ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നില്ലേ, ഞാൻ ഒരുപാട് ദൈവത്തോട് നന്ദി പറയാം. നിങ്ങളുടെ മനസ്സ് മാറിയത് കൊണ്ടല്ല, നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടല്ല. പക്ഷേ നിങ്ങളെൻ്റെ അമ്മയായി പോയില്ലേ, ആ അമ്മയെ ഒരിക്കലും കൈവിടാനായിട്ട് എനിക്ക് കഴിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്വിനിയും കരയാണ്. അങ്ങനെ ഇല്ല മോനെ, ഇനി എൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു പോകില്ല. ഞാനിവിടെ നിന്ന് പോകണമെങ്കിൽ പോകാം. എൻ്റെ 2 മക്കൾക്കും സ്വത്തുക്കൾ മുഴുവനും ഭാഗം വെച്ച് കൊടുത്തിട്ട് ഞാൻ പോകണമെങ്കിൽ പോയിക്കോളാം. നീ പറയാതെ ഇനി ഞാനിവിടെ നിൽക്കില്ല. അപ്പോൾ നമ്മുടെ മാധവാണെങ്കിൽ മനസ്സെല്ലാം മാറി. ഇനി എൻ്റെ അമ്മയെ എന്തിനാ ഞാൻ തഴഞ്ഞു വെക്കുന്നത്, ഞാൻ എന്തിനാ പോകാൻ പറയുന്നത്, എൻ്റെ അമ്മ ഇവിടെ തന്നെ ഞങ്ങളോടൊപ്പം തന്നെ ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലയ ആണെങ്കിൽ അമ്മയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയും ചെയ്യണം വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ. പിന്നീട് കാണിക്കുന്നത് ആ വനിതാ SI ആണ്. അപ്പോൾ വനിതാ SIക്ക് മോളിൽ നിന്നൊരു കോൾ വരികയാണ്. കോൾ എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിങ്ങൾ എന്തിനാ ആകാശ് മേനോനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് പിന്നെ സുമിതയുടെ ഇതിൽ ആകാശ് മേനോൻ പ്രതിയാണ്, ആര് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ, ആ ഇതിൽ നിന്ന് കിട്ടിയത് ഇന്ന് കിട്ടിയ ആ ബോഡി ഇതുവരെയും സുമിതയാണെന്ന് തെളിഞ്ഞിട്ടില്ല. DNA ടെസ്റ്റിന് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു വാച്ച് കിട്ടിയെന്ന പേരിൽ അത് സുമിതയാണെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് നിശ്ചയിക്കാനായിട്ട് പറ്റുമോ? എന്താ ആ വാച്ച് സുമിതയ്ക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഉണ്ടാകാനായിട്ട് പാടില്ലേ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ ആകാശ് മേനോനെ വിട്ടഴക്കാതെ അവിടെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ തെറ്റുകാരണം തന്നെയാണ്. ഒരാൾ പറഞ്ഞെന്ന് വിചാരിച്ചുള്ള ഒരാളെ കുറ്റക്കാരനാക്കാൻ പാടില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാവുന്നതാണല്ലോ. നിങ്ങളുടെ ജോലി ധരിക്കാൻ ഇത് മാത്രം മതി. ഇനി DNA ടെസ്റ്റ് വരുമ്പോൾ അത് സുമിതയല്ല എന്ന് വല്ലതും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പാടുപെടും. പിന്നീട് നിങ്ങൾക്ക് അതിന് ഒരുപാട് ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. അഥവാ DNA ടെസ്റ്റ് വരുമ്പോൾ അത് സുമിതയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. നിങ്ങളെല്ലാവരും കിടന്ന് പുകഴ്ത്തുകയും ചെയ്യും. പക്ഷേ കേസ് തെളിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇയാളാണ് കുറ്റവാളിയെന്നും പറഞ്ഞുകൊണ്ട് അയാളെ മർദ്ദിക്കുന്നത് വളരെയേറെ തെറ്റായ കാര്യം തന്നെയാണ്. എത്രയും പെട്ടെന്ന് പുറത്തിറക്കിക്കോളണം എന്നൊക്കെ ഈ വനിതാ SIയോട് പറയാണ്. അപ്പോൾ ഈ ഒരു മുകളിൽ നിന്നുള്ളൊരു ഇങ്ങനെ പ്രഷർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വനിതാ SIക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ പിന്നീട് ആകാശ് മേനോനെ കാണിക്കണം. അപ്പോൾ ആകാശ് മേനോനാണെങ്കിൽ മുഖത്തൊക്കെ നല്ല ഇടിയൊക്കെ കിട്ടിയിട്ട് അവിടെ പഞ്ചപ്പപ്പറായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അത് മനഃപൂർവ്വം തന്നെ ആയിരുന്നു. അപ്പോൾ പോലീസുകാരല്ലേ ഇവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കണം, സാറിനെ എങ്ങനെയെങ്കിലും ഇറക്കാനായിട്ടൊക്കെ ഇത് വരുമല്ലേ, ഇനിയും സാറിങ്ങനെ എന്തിനാണ് സാറേ ഇടി കൊള്ളുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വരട്ടേടോ, നിങ്ങളുടെ മേടമൊക്കെ വരട്ടെ, എന്താ പറയാനുള്ളതെന്ന് എനിക്കൊന്നും കൂടി ഒന്ന് കേൾക്കണമല്ലോ. അങ്ങനെ വനിതാ SI ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ആകാശത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് മേഡം ഇനിയും എന്നെ ചോദ്യം ചെയ്യാനാണ്? അതെ, ഒരു ക്യാമറയൊക്കെ ഇങ്ങനെ നിരത്തി വെക്കട്ടെ, ഞാൻ കുറ്റസമ്മതം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്യാമറയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ താൻ ഒരുപാട് അങ്ങോട്ട് ഷോ കാണിക്കില്ലടോ, ഓവർ ആക്ടിങ് ആണിത്, ഇതൊക്കെ നിർത്തലാക്ക്. എന്തോ ഓവർ ആക്ടിങ്, അതിനു വേണ്ടിയാണല്ലോ, കുറ്റം സമ്മതിക്കാൻ വേണ്ടിയാണല്ലോ എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് തല്ലിച്ചതച്ചത്. എടോടോ, നീ തന്നെയാണ് ആ ഒരു ചാക്ക് കെട്ടിൽ സുമിതയെ കൊണ്ട് ആ ഒരു പാറമടയെ കൊണ്ട് ഇട്ടത്. അതിന് മാഡത്തിൻ്റെ കയ്യിൽ വല്ല തെളിവുകളുണ്ടോ? തെളിവുകളില്ലാതെ എന്തിനാ മാഡം എന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? വന്നപ്പോൾ മുതൽ ഞാനിത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു സംസാരം നിർത്തും മാഡം. എടാ, നീ എത്രയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാലും സുമിത നിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ വെച്ച് വാക്ക് തർക്കം ഉണ്ടായി. സുമിതയെ നീ കൊലപ്പെടുത്തി ഇഞ്ച കഷ്ണമാക്കി നീ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ കയറ്റിക്കൊണ്ട് പോയി. അത് നീ പാറമടയെ കൊണ്ടുവന്ന് ചെന്നിടുകയും ചെയ്തു. എൻ്റെ പൊന്നും മേഡം, ഇത് മേഡത്തിനോട് ആരാ പറഞ്ഞത്? മഹേഷോ? മഹേഷ് പറഞ്ഞതിനനുസരിച്ച് മേഡം എന്നെ ഇവിടെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മേഡം ശരിയാവുന്നത്? അപ്പോൾ മഹേഷ് പറയുന്ന ഏത് പ്രവൃത്തിയും മേഡം ചെയ്യോ? നീ അവൻ്റെ സെറ്റപ്പാണോടി എന്ന് ചോദിക്കുമ്പോൾ ഈ വനിതാ പോലീസിന് കാലി വരിക. വനിതാ പോലീസ് അവിടെ നിന്ന് ചാടി എണീറ്റ് ഇവൻ അങ്ങോട്ട് പൊക്കിയെടുത്ത് എൻ്റെ കഴുത്തിന് കയറി കുത്തി പിടിക്കണം. എന്താടി ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നീ അവൻ്റെ കൂടെ എത്ര നാളുണ്ടായിരുന്നടി? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ വനിതാ പോലീസ് കൈ പൊക്കി ഇങ്ങനെ തല്ലാനായിട്ട് ഉയർത്തി കഴിഞ്ഞപ്പോഴേക്കും കൈ കയറി പിടിക്കുകയാണ് ആകാശ് മേനോൻ. അപ്പോൾ അതെ, എന്നെ തല്ലാനുള്ള ഇതൊന്നും നിനക്ക് ആയിട്ടില്ലടി, അതാകുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ
ദേ നിന്നെ തെളിയിക്കോടാ, ഈ കേസ് തെളിയിക്കും, DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരട്ടെടാ, നീ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പായിട്ടും അതിൽ തെളിയോടാ, അതെനിക്ക് വിശ്വാസമുണ്ട്, എങ്കിൽ തെളിയിക്കുന്നേ. ആ തെളിയിക്കുന്നത് വരെ നീ എന്നെ ഇവിടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ നിർത്തുമോ? അതൊന്നും എനിക്കൊന്ന് കാണണമല്ലോ. അപ്പോഴേക്കും ഈ വനിതാ പോലീസാണെങ്കിൽ മറ്റുള്ളവരോട് പറയുകയാണ്, അതെ ഇവൻ്റെ വക്കീൽ വന്ന് പുറത്ത് വെക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ എഴുതി മേടിച്ചിട്ട് വിടറ ഇവനെ. അപ്പോൾ ആകാശ് മേനോൻ ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക, ഇവൾക്കൊന്നും എന്നെ ഒരു പുല്ലും ചെയ്യാനായിട്ട് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഈ വനിതാ പോലീസ് നേരെ മഹേഷിനെ വിളിക്കുക. അപ്പോൾ മഹേഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. മഹേഷ്, ഒരു തെളിവില്ലാതെ എനിക്ക് അവനെ ഇവിടെ പിടിച്ച് നിർത്താനായിട്ട് പറ്റില്ല. മുകളിൽ നിന്ന് ഒരുപാട് കോളുകളെല്ലാം വന്നു. ഇനി അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പ്രശ്നങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. അയ്യോ, അത് പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത്? ആകാശിനെ വിട്ട് കഴിഞ്ഞാൽ അത് പണി പാടൂലേ? എനിക്ക് വിടാതിരിക്കാനായിട്ട് കഴിയില്ലെന്നേ. കാരണം മുകളിൽ നിന്ന് ഒരുപാട് പ്രഷർ വന്നു കഴിഞ്ഞ് ഇപ്പോഴും ആകാശ് മേനോനാണ് ഇതിന് പിന്നിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരട്ടെ, അതിനുശേഷം അവനെ പിടിച്ചുകൊണ്ട് വരാനും കോടതിയിൽ ഹാജരാക്കാനൊക്കെ പറ്റുള്ളൂ. അതുവരെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ മഹേഷ് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ മഹേഷ് ഇഷിതയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇഷിതയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത പറയുകയാണ്, എന്തായാലും അവൻ തന്നെയാണ് ഇതിന് പിന്നിൽ, പക്ഷെ തെളിവില്ലാത്ത സ്ഥിതിക്ക് എന്താകും ഇതാവുക? പക്ഷേ എനിക്ക് ആദ്യം ഇതിൻ്റെ പിന്നിൽ സാക്ഷിയാണെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. അവൻ എനിക്ക് കോടതിയിലേക്ക് വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവനാണ് ഇതിന് സാക്ഷി. ആകാശ് മേനോൻ കൊണ്ട് എന്തോ ചാക്കിൽ പാറമടയിലേക്ക് കൊണ്ടുവന്ന് ഇടുന്ന ആ ഒരു കാഴ്ച കണ്ടത് ആദ്യം തന്നെയാണ്. പക്ഷേ ആദ്യം എനിക്ക് കോടതി കയറ്റാനായിട്ട് പറ്റില്ല ഇഷിത, അതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡോറിൽ മുട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഇതാരാണാവോ കോളിംഗ് ബെല്ലടിക്കാതെ ഡോറിൽ വന്ന് മുട്ടുന്നത്? അപ്പോൾ മഹേഷ് കഥോർക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് പേടി തോന്നുക. മഹേഷ്, വേണ്ട മഹേഷ്, സൂക്ഷിക്കണം, നീ ഒന്ന് മാറി നിൽക്കുക ഇഷിത എന്ന് പറഞ്ഞുകൊണ്ട് കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് മേനോനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടും ഇങ്ങനെ പകച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആകാശ് മേനോൻ ഇവിടെ കയറി നിന്നിട്ട്, എടാ നീ എന്താ വിചാരിച്ചത് ഞാൻ അവിടെ നിന്ന് ചാടി ഇറങ്ങിയതാണെന്ന്? എടാ ഞാനൊരു ചാടി ഇറങ്ങിയതുമല്ല. എനിക്ക് മുകൾ നല്ല പ്രചോദനമുണ്ട്, അതുകൊണ്ട് എന്നെ ഇറക്കി തന്നെയാടാ. നീ എന്താ നിന്റെ സെറ്റപ്പ് പറയുന്നുണ്ടല്ലോ, നീ പറഞ്ഞിട്ടാണ് അവൾ എന്നെ അറസ്റ്റ് ചെയ്തതെന്ന്. എടാ നീ നിന്റെ സെറ്റപ്പൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. എടാ അനാവശ്യം പറഞ്ഞ നിനക്ക് മിണ്ടാതിരിക്കടാ. നീ ഒരുപാട് അങ്ങോട്ട് ചൂടായി കയറല്ലേ. സുമിതയെ കൊന്ന് ഞാൻ ഇതിൽ തള്ളുന്നത് നീ കണ്ടോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷൊന്നും മിണ്ടുന്നില്ല. എങ്കിൽ നീ കേട്ടോ, സുമിതയെ കൊന്നതും ചാക്കിലാക്കി കെട്ടി പാറമടയെ തള്ളിയതും അത് ഞാൻ തന്നെയാടാ. നിനക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.